കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലെ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന് നേരെ ആക്രമണമുണ്ടായിരിക്കുന്നു. ഓഫീസിന്റെ പ്രധാന വാതിലുകളൊക്കെ തകർത്തിരിക്കുന്നു. ഇന്നലെ വൈകിട്ടാണ് ഈ ആക്രമണം നടന്നത്. ആക്രമണത്തിന്റെ കാരണം വ്യക്തമല്ല. വെള്ളയിൽ പോലീസിൽ ആശുപത്രി അധികൃതർ പരാതി നൽകിയിട്ടുണ്ട്. നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദഗോപാൽ, എന്താണ് ഉണ്ടായത്, ആരാണ് ആക്രമിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഒരു വ്യക്തതയില്ലെന്നാണ് മനസ്സിലാക്കിയത്. എന്താണ് പോലീസിൽ നൽകിയ പരാതി? അതായത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ് ഈ വെക്ടർ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് പ്രാണികളിൽ നിന്നും പകരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നടത്തുന്ന സംവിധാനമാണ് ഇവിടെയുള്ളത്. ഇതിൽ ദൃശ്യങ്ങളിൽ കാണാം, ഈ കെട്ടിടത്തിന്റെ പ്രധാന വാതിലിന്റെ ചില്ലാണ് തകർന്ന നിലയിൽ കാണുന്നത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു ആക്രമണം നടന്നത് എന്ന് ഇവർ പറയുന്നുണ്ട്. ഉള്ളിലും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ആരാണ് ഈ ആക്രമണം നടത്തിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. സമീപത്തൊന്നും തന്നെ CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങളില്ല. ഇന്നലെ വൈകിട്ട് തന്നെ വെള്ളയിൽ പോലീസിൽ അധികൃതർ പരാതി നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവിടെ എത്തി പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് എന്ന് ആളുകൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത് കോമ്പൗണ്ടിൽ തന്നെ, അതായത് ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ OPക്ക് സമീപമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ്. നിരവധി ആളുകൾ വരുന്ന ഒരു പ്രദേശമാണ്. ഇന്നലെ ഇവിടെ ജീവനക്കാരുണ്ടായിരുന്നു. പക്ഷേ അവർ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പുറത്തു പോയത് കൊണ്ട് തന്നെ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അവർക്ക് മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതിൽ സംശയിക്കുന്ന ഒരു കാര്യം, 3 മാസം മുൻപ് ഇവിടെ ഒരു മോഷണം നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ജനറേറ്റർ ഉൾപ്പെടെ മോഷണം പോയി എന്നാണ് പറഞ്ഞത്. അതിൽ 2 പേരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉൾപ്പെടെയുള്ളത്. പക്ഷേ ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി മാത്രമേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നൽകാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ആശുപത്രി കോമ്പൗണ്ടിൽ തന്നെ നിരവധി ആളുകൾ വരുന്ന ഒരു പ്രദേശത്താണ് ഇങ്ങനെ ഒരു ആക്രമണം ഇന്നലെ വൈകിട്ട് നടന്നിട്ടുള്ളത്. ഇതാരാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.